അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മലയാളിക്ക് സംഭവിച്ച കണ്ണീരാണ്, അല്ലെങ്കിൽ ഒരു കണ്ണീരോർമ്മയായി മാറുന്നത് പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മരണമാണ്. രഞ്ജിതയുടെ വീട്ടിലേക്ക് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നത് നമ്മൾ കണ്ടു. രഞ്ജിതയുടെ അമ്മയും 2 മക്കളുമാണ് വീട്ടിലുള്ളത്. സഹോദരനും മറ്റൊരു ബന്ധുവും കൂടി അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രഞ്ജിതയുടെ അമ്മയെയാണ്. കരഞ്ഞു തളർന്ന് കിടക്കുന്ന അമ്മ, ഏകമകൾ രഞ്ജിതയുടെ വിയോഗം അതറിഞ്ഞ് ആശ്വസിപ്പിക്കാനായി നിരവധി പേരാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രഞ്ജിതയുടെ പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, മന്ത്രിമാർ എല്ലാവരും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ, രഞ്ജിതയുടെ കുടുംബത്തിനൊപ്പം നമ്മുടെ സംസ്ഥാനമാകെയുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എത്തുകയാണ് രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്താൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹം അഹമ്മദാബാദിൽ നിന്ന് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളിലടക്കം സഹായമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുക. രഞ്ജിതയുടെ വീട്ടിലേക്ക് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഇനിയിപ്പോൾ ആ കുടുംബത്തിന് ആവശ്യം DNA പരിശോധനകൾ സമയം അധികം എടുക്കാതെ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടുക എന്നതാണ്. അതിനടക്കം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ആ കുടുംബം പ്രതീക്ഷിക്കുന്നുമുണ്ടാകും. പ്രവീൺ. അതെ സുജയ, അല്പസമയം മുമ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിയത്. അദ്ദേഹം ആ കുടുംബാംഗങ്ങളെ ഇപ്പോൾ സന്ദർശിക്കുകയാണ്. സുജയ പറഞ്ഞതുപോലെ തന്നെ ഇനി DNA പരിശോധനാ ഫലം അതാണ് ഏവരും നോക്കിയിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ രഞ്ജിതയുടെ ഭൗതികദേഹം പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ സഹോദരനും ഒരു ബന്ധുവും അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇതിൻ്റെ DNA പരിശോധനാ ഫലം അവിടെ സഹോദരൻ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ രേഖകൾ വേണം. അതായത് രഞ്ജിതയുടെ സഹോദരനും ബന്ധുവുമാണ് അവിടെ എത്തിയത് എന്നുള്ളതിൻ്റെ തെളിയിക്കുന്ന രേഖകളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതുമായാണ് ഇപ്പോൾ സഹോദരനും ഒപ്പം തന്നെ ബന്ധുവും അവിടേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. സുജയ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ DNA പരിശോധനാ ഫലം അത് വൈകാതെ തന്നെ അത് ബന്ധുക്കൾ അവിടെ എത്തി അത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ അതെല്ലാം വേഗത്തിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിരിക്കും മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതുതന്നെയാണ് കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം പ്രതികരിക്കുന്നു. പ്രതികരണം. അത് എനിക്കറിയില്ല. ഞാനിപ്പോൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ ഞങ്ങളിത് കേട്ടപ്പോൾ അവിടുത്തെ ബൈ ഇലക്ഷൻ്റെ ക്യാമ്പയിനെല്ലാം സസ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും അറിയാം, 242 കുടുംബങ്ങൾക്കും ഓരോ ഇന്ത്യക്കാർക്കും ഏറ്റവും ഈ അപകടം ഒരു നാഷണൽ ട്രാജഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ പാർട്ടീൻ്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഒരു കണ്ടോലൻസസ് അറിയിക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അവിടെ DNA കളക്ഷൻ എല്ലാം ആ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയയാണ് മനസ്സിലാക്കുന്നത്. ആ പ്രോസസ്സ് ഇനി നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ബോഡീസ് എല്ലാം മടങ്ങി വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ടാണ് എത്തിയത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്.